രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേട്ടയാടുമ്പോൾ പ്രിയങ്ക ഗാന്ധി യോഗി ആദിത്യനാഥിനെയാണ് വേട്ടയാടുന്നത്. കാവൽക്കാരൻ കള്ളനാണെന്ന വാചകവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ആ വാചകം യുപിയിൽ യോഗി ആദിത്യനാഥിനെതിരെ പ്രയോഗിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. കരിമ്പ് കർഷകർക്ക് നൽകാനുള്ള 10,000 കോടി രൂപയുടെ കുടിശ്ശിക നൽകാതെ സർക്കാർ കർഷകരെ പറ്റിക്കുകയാണെന്ന വാദവുമായി മുന്നോട്ട് വന്ന യോഗി ആദിത്യനാഥിനെ തേച്ചൊട്ടിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ഉത്തർപ്രദേശിലെ കരിമ്പ് കർഷകർക്ക് 10,000 കോടി രൂപ കുടിശ്ശികയായി സർക്കാർ നൽകാനുള്ള വിവരം വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇക്കാര്യം ഉയർത്തിക്കാട്ടിയാണ് യോഗി സർക്കാരിനെ പ്രിയങ്ക കടന്നാക്രമിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ കരിമ്പ് കർഷകർ രാവും പകലും അധ്വാനിക്കുന്നവരാണ്. പക്ഷേ അവരുടെ കുടിശ്ശിക തീർത്ത് നൽകുക എന്ന ഉത്തരവാദിത്തം പോലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്ന് പ്രിയങ്ക ആരോപിച്ചു. 10,000 കോടി രൂപ കുടിശ്ശിക വരുമ്പോൾ കരിമ്പ് കർഷകർ എത്ര വലിയ ദുരിതമാകും അനുഭവിക്കുന്നുണ്ടാവുക എന്നും പ്രിയങ്ക ചോദിച്ചു. ഈ പാവപ്പെട്ട കർഷകരുടെ കൃഷിയും ചികിത്സയും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസവും അടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലായിട്ടുണ്ടാവുമെന്നും പ്രിയങ്ക പറഞ്ഞു. രാജ്യത്തെ കാവൽക്കാർ പ്രവർത്തിക്കുന്നത് സമ്പന്നർക്ക് വേണ്ടി മാത്രമാണെന്നും ദരിദ്രന് വേണ്ടിയല്ലെന്നും പ്രിയങ്ക തുറന്നടിച്ചു. ഉത്തർപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം വെച്ചാണ് പ്രിയങ്കയെ രാഹുൽ ഗാന്ധി നിയോഗിച്ചിരിക്കുന്നത്. കിഴക്കൻ യുപിയുടെ ചുമതലയാണ് പ്രിയങ്കയ്ക്ക് രാഹുൽ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.